റവയും ഇത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ വട ഉണ്ടാക്കുന്നത്. ഈ വടയുടെ പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഇത് 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാനൊക്കെ പറ്റിയ നല്ല ടേസ്റ്റുള്ള അത്യാവശ്യം നല്ല എരിവുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ റെഡിയാക്കാം. ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ 2 വലിയ ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഈ ഉരുളൻകിഴങ്ങ് ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് റവയാണ്. റവ ഞാനിവിടെ 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് റവയും പിന്നെ ഒരു എക്സ്ട്രാ 2 ടേബിൾ സ്പൂൺ റവയും കൂടി എടുത്തിട്ടുണ്ട്. ഈ റവ കുറുക്കിയെടുക്കണം. റവ കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് റവയ്ക്ക് 1 കപ്പ് വെള്ളം വെച്ചിട്ട് ചേർക്കണം. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് കുറച്ചും കൂടിയും റവ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടുതൽ ചേർത്തിട്ട് ഈ റവ കുറുക്കിയിട്ട് എടുക്കണം. ഈ വടയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇഞ്ചി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, സവോള എടുത്തിട്ടുണ്ട്. ഇത് 3ഉം നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 3ഉം ചേർക്കണതിന് അങ്ങനെ കറക്റ്റായിട്ടൊരു അളവില്ല. ഞാനിവിടെ ഒരു വലിയൊരു സവോള നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഇതിൻ്റെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഇഞ്ചി ആയിരുന്നാലും ഒരു മീഡിയം പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില അതും ഞാനിവിടെ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഈ റവ കുറുക്കിയെടുക്കുക. ഈ റവ കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ പാത്രത്തിലേക്ക് റവ ചേർക്കുക. ഈ റവ കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചേർക്കുക. ഞാനിവിടെ 1/2 കപ്പ് റവയും പിന്നെ ഒരു എക്സ്ട്രാ 2 ടേബിൾ സ്പൂൺ റവയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളവും പിന്നെ ഒരു 3 അല്ലെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി എക്സ്ട്രാ ചേർക്കുക. ഇതിപ്പോൾ വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. ഇത് നമ്മൾ നന്നായിട്ട് കുറുക്കിയിട്ട് എടുക്കുമ്പോൾ അത് ഡ്രൈ ആയിട്ട് വരുമല്ലോ. ഈ തീ ഓണാക്കാം. റവ ഇതേപോലെ കുറുക്കാൻ വെച്ചിട്ട് നമ്മൾ വേറെ പണിക്കൊന്നും പോരുത്. ഇത് നന്നായിട്ട് കുറുകി വരുന്നവരെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ റവ നല്ല തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ല തിക്കായിട്ടാണ് വരണം, നല്ല പേസ്റ്റ് പോലെ വരണം. പിന്നെ ഇത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ടെങ്കിൽ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അടിയിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കുക. ഇതിങ്ങനെ നല്ല പേസ്റ്റ് പോലെ വരണം. വെള്ളമൊക്കെ വറ്റി ഈ റവ കുറുക്കിയെടുത്തത് ഇതേപോലെ ഇങ്ങനെ നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. ഈ റവ കുറുക്കിയെടുത്തത് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് പകർത്തുക. ഇപ്പോൾ റവ കുറുക്കിയെടുത്തത് മുഴുവനും ഞാനിതിലേക്ക് ചേർത്തിട്ടില്ല. ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഉരുളൻകിഴങ്ങും ഇതെല്ലാവരും കൂടി ചേർത്ത് കുറച്ച് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഇതിലേക്ക് ഉരുളൻകിഴങ്ങ് തൊണ്ട് കളഞ്ഞിട്ട് ചേർക്കാം. ഉരുളൻകിഴങ്ങൊക്കെ നിങ്ങൾ ഇതേപോലെ പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തണുത്ത് പോണതിന് മുമ്പ് തന്നെ ഉരുളൻകിഴങ്ങിൻ്റെ തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് ഇതേപോലെ തൊണ്ട് കളഞ്ഞിട്ട് എടുക്കാനും പറ്റും. പിന്നെ ചെറിയ ചൂടോട് കൂടിയിട്ട് കുഴച്ചിട്ടെടുക്കുക. അത് ഉരുളൻകിഴങ്ങ് നമ്മൾ എന്തിനെടുക്കുമ്പോഴായിരുന്നാലും അതേപോലെ ചെയ്യുക. കാരണം നന്നായിട്ട് തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഉരുളൻകിഴങ്ങ് അത്രയ്ക്ക് അങ്ങോട്ട് സോഫ്റ്റായിട്ടിരിക്കില്ല. ചെറിയ ചൂടോട് കൂടിയിട്ട് കുഴയ്ക്കുമ്പോൾ ഉരുളൻകിഴങ്ങ് നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഇതിലേക്ക് സവോള കട്ട് ചെയ്തത് ചേർക്കുക. സവോളയ്ക്ക് കുറച്ച് കൂടുതൽ ചേർക്കുക, അപ്പോഴായിരിക്കും വടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇഞ്ചി ചേർക്കുക, പച്ചമുളക് ചേർക്കുക, മല്ലിയില ചേർക്കുക. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് മല്ലിയില ഇല്ലയെന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്താലും മതി. ഇപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് മല്ലിയിലയും അല്ലെങ്കിൽ കറിവേപ്പിലയും രണ്ടും മിക്സ് ചെയ്തിട്ടും ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ വട ഉണ്ടാക്കാനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വടയുടെ ഷേപ്പിൽ പരത്തിയിട്ട് എടുക്കുക. അപ്പോൾ വടയുടെ ഷേപ്പിൽ പരത്തിയിട്ട് എടുക്കാൻ പോണതിന് മുമ്പ് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഴച്ചെടുത്തപ്പോൾ നമ്മുടെ കൈമേക്ക് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ കൈ ആദ്യം നന്നായിട്ടൊന്ന് കഴുകുക. അത് കൈ കഴിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈമ അത് പിന്നെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ കൈമ കുറച്ച് ഓയിലൊന്ന് ഇടയ്ക്കൊന്ന് തൊട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൈമ ഈ മാവ് ഒട്ടും ഒട്ടിപ്പിടിക്കില്ല. വടയുടെ ഷേപ്പാക്കിയിട്ട് എടുക്കുക. ഞാനിവിടെ കൈയൊക്കെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. കുറച്ച് ഓയിൽ കൈമ തൂത്ത് കൊടുക്കുക.
ഇതിനകത്തുനിന്ന് ഓരോ ചെറിയ ഉരുളിയാക്കിയിട്ടെടുക്കുക. ഒരുപാട് വലിയ വടയായിട്ട് ഉണ്ടാക്കണ്ട. ഇത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇതേപോലെ പതുക്കെ ഒന്ന് പരത്തി കൊടുക്കുക. ഈ സൈഡൊക്കെ ഒന്ന് ഒതുക്കി കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ ഞാനിവിടെ ഇതേപോലെ തന്നെ ചെറുതായിട്ടിങ്ങനെ ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ടൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഈ ഹോള് ഞാനിവിടെ ഏറ്റവും അടിയിൽ മുട്ടിക്കണില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് പരത്തിയിട്ടെടുക്കാം. ഇതേപോലെ ഇടുക. ബാക്കിയുള്ളതെല്ലാനും ഇതേപോലെ ഇങ്ങനെ വടയുടെ ഷേപ്പാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും കൈമ ഓയിൽ തൂക്കേണ്ട ആവശ്യമില്ല. കൈമ ഒട്ടി പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഓയിൽ തൂത്ത് കൊടുത്താൽ മതി. ഇതെല്ലാനും ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ വടയുടെ ഷേപ്പാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് വറുത്തെടുക്കുക. ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വട വറുക്കാൻ വേണ്ടിയിട്ട് ഇടുക. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഫസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ആദ്യം 1-2 ഒന്ന് വറുത്ത് നോക്കുക. എന്നിട്ട് ആ വടയുടെ കറക്റ്റ് ഷേപ്പിൽ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ ചേർത്തേക്കുന്ന റവ കറക്റ്റ് പാകത്തിനായിരിക്കും. പിന്നെ പൊടിഞ്ഞ് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് റവ കുറുക്കിയത് കുറച്ചും കൂടി ചേർക്കേണ്ടി വരും. ഇത് വറുത്തിട്ട് എടുക്കുമ്പോൾ തീ കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല. തീ നന്നായിട്ട് കൂട്ടി തന്നെ വെക്കുക. ഇതൊരു സൈഡ് പതുക്കൊന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ മറ്റേ സൈഡിൽ തിരിച്ചിടുക. ഇത് റെഡി ആയിട്ട് എടുക്കണ വരെ തീ നന്നായിട്ട് കൂട്ടി തന്നെ വെക്കുക. ഞാനിവിടെ തീ നന്നായിട്ട് കൂട്ടി തന്നെയാണ് വെച്ചേക്കുന്നത്. ഇതേപോലെ വറുത്തെടുക്കുമ്പോഴായിരുന്നാലും ഇതൊട്ടും ഓയിലൊന്നും കുടിക്കൊന്നുമില്ല. അപ്പോൾ നമ്മളത് വറുത്തെടുത്തപ്പോഴായിരുന്നാലും ഇതിനകത്ത് നമ്മൾ ഒഴിച്ച ഓയിൽ തന്നെ ഇതിനകത്ത് ബാക്കിയിട്ട്. അപ്പോൾ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ പൊടിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളതനുസരിച്ച് റവ കുറുക്കിയത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ ഒരുപാട് റവയും ചേർക്കരുത്. കുറേ റവ ചേർത്തിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇത് ഓയിലിൽ നിന്ന് എടുക്കാം. ലാസ്റ്റ് ട്രിപ്പും റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചേക്കണ ഓയിലിൽ നിന്ന് അധികം ഓയിലൊന്നും കുറഞ്ഞിട്ടൊന്നുമില്ല. കാരണം ഇതിലേക്ക് നമ്മൾ റവ ചേർത്തേക്കണത് കൊണ്ട് തന്നെ ഇത് നമ്മൾ വറുത്തിട്ട് എടുക്കുമ്പോഴായിരുന്നാലും ഒരുപാട് ഓയിലൊന്നും കുടിക്കൊന്നുമില്ല. വട റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ട് കഴിക്കാം. പിന്നെ ഇതിലേക്ക് നിങ്ങൾ റവ കുറുക്കിയത് ചേർക്കുമ്പോഴായിരുന്നാലും ഒരുപാട് ചേർക്കരുത്. ഒരുപാട് ചേർത്തിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ശരിക്കും 2 വലിയ ഉരുളൻകിഴങ്ങിന് 1/2 കപ്പ് റവയാണ് ശരിക്കും കണക്ക്. അപ്പോൾ നിങ്ങൾ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് ഇതെങ്ങാനും ഇങ്ങനെ വടയുടെ ഷേപ്പിൽ കിട്ടണില്ല, ഇത് മുഴുവൻ ഇങ്ങനെ വിട്ട് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതനുസരിച്ചിട്ട് അതിലേക്ക് റവ കുറുക്കിയത് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിനകത്ത് ഉപ്പൊക്കെ ആയിരുന്നാലും നല്ല കറക്റ്റ് പാകമായിട്ട് വരണം. അപ്പോഴായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ഇന്നിവിടെ നല്ല സ്നോ ആട്ടെ. ഇങ്ങനെ സ്നോ ആയിട്ട് വീഴുന്നുണ്ട്. ഇന്നിങ്ങനെ ഫുള്ള് വീഴും. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്.